സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനെ അപ്പുറത്തുള്ള ഗോമതി ആങ്ങളമാരൊക്കെ വെല്ലുവിളിക്കുന്നൊക്കെ കാണുന്നുണ്ട്. കാണിക്കുന്ന ആദ്യം തന്നെ നിനക്ക് അസൂയന് നിൻ്റെ മക്കളുടെ കല്യാണം നടത്തുന്നതിനേക്കാൾ മുന്നേ എൻ്റെ മക്കളുടെ കല്യാണം നടത്തുന്നത് കൊണ്ടുള്ള അസൂയന് അവൻ അവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നൊരു ഭാഗം കാണിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ ഇന്ന് രാത്രി വരും, റെഡി ആയിരുന്നോ എന്ന് പറയുന്നൊരു ഭീഷണിയും അങ്ങനെ അതൊക്കെ ഇനി കാണിക്കുന്നത് ആദ്യം തന്നെ. പിന്നെ കാണിക്കുന്നത് ഗുരുവായൂർ അമ്പലമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കോമതിയും മീനാക്ഷിയും കൂടെ തൊഴുതിട്ട് ഇറങ്ങണ്. അല്ലെ പ്രസാദൊക്കെ ഉണ്ട്. അമ്മ എന്താ കാര്യമായിട്ട് വഴിപാട് കഴിക്കണ്ടായിരുന്നല്ല, എന്തുട്ടാണ് എന്നൊക്കെ നമ്മുടെ മീനാക്ഷി ചോദിക്കുമ്പോൾ പറയും, അത് മോളെ ഒരു പ്രത്യേക വഴിപാടെന്ന് പറയും. അമ്മ അത് അച്ഛന് വേണ്ടി കഴിച്ചതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പിന്നെ ആർക്ക് എന്ന് ചോദിക്കും. ഞാനത് മിത്രയ്ക്ക് വേണ്ടി കഴിച്ചതെന്ന് പറയും. മിത്രയ്ക്കോ എന്ന് ചോദിക്കും. മീനാക്ഷിക്ക് അത് ഭയങ്കര അത്ഭുതമാവും. ഈ അമ്മനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, അമ്മ ഒരു പാവം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് മോളെ ഇത്രയും നാൾ അവൾ എന്നോട് ശത്രുത പോലെ പെരുമാറിയെങ്കിലും അവൾ പോകണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളെ എന്തോ എപ്പോഴും അവളെ മുഖം മാത്രം മനസ്സിൽ, കല്യാണം ക്ഷണിക്കാത്തതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഗുരുവായൂർ വന്നപ്പോൾ പോയി. പക്ഷേ ഇപ്പം അവൾ മറ്റൊരു വീട്ടിലേക്ക് കയറി പോകുകയല്ലേ, അപ്പോൾ ആ ഒരു വിഷമം, അവൾ പോയി അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഇനി മോളെ അവൾ നല്ല രീതിയിൽ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. പിന്നീട് മിത്രയുടെ കാര്യത്തിലേക്ക് പോയപ്പോൾ വാ മതി മതി എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയുടെ മീനാക്ഷി കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നന്ദൻ്റെ കടയുടെ മുന്നിൽ എത്തുന്നുണ്ട്. നന്ദൻ ഹായ് തൊഴാൻ പോയണമെന്നൊക്കെ ചോദിക്കും. അതെ അങ്ങനെയാണെന്നൊക്കെ പറയും, തൊഴാനൊക്കെ പോകുമായിരുന്നു. അതുപോലെ തന്നെ മീനാക്ഷിയോട് പറയുന്നുണ്ടായിരുന്നു ആര്യൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യനാണ് ആദ്യം കാണുന്നത്, നന്ദനല്ല. ആര്യനെ കാണിക്കുമ്പോൾ ആര്യൻ നീ എവിടെയായിരുന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ കറങ്ങി നടക്കായിരുന്നു അമ്മേ, നല്ല സ്ഥലങ്ങളൊക്കെ ഇടവഴിയും മറ്റുള്ളതൊക്കെ എനിക്ക് നല്ല പരിചയമായി എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ നല്ല സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിൻ്റെ കല്യാണക്കാര്യം അമ്മ പറയുന്നുണ്ട്, നിൻ്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തുടങ്ങിയോ, ഇത്രയും ദിവസം ഇത്ര നാൾ പഠിപ്പായിരുന്നല്ല പ്രധാനം പറഞ്ഞിരുന്നത്, എൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്നൊന്നും തോന്നില്ല, പഠിച്ച് വല്ല വിദേശത്ത് പോയി വിദേശികളെ കെട്ടാനാണ് എൻ്റെ പ്ലാൻ. വേണ്ട അങ്ങനെയൊന്നും പാടില്ല, ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നു പോയി എന്നൊക്കെ പറയും കോമതി. ആ സമയത്ത് നന്ദൻ കയറി വരെ എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയും, അത് നമ്മുടെ ആര്യൻ്റെ കല്യാണം വിദേശത്ത് നടത്തണോ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തണോ എന്നാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും ആര്യൻ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു മകനാണ്, അതുകൊണ്ട് അമ്മ എന്തോ പറയുന്നത് അത് തന്നെ നടക്കുള്ളൂ, നമ്മുടെ ആര്യൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യ പറഞ്ഞു പോയി ഇപ്പം നിങ്ങൾ എവിടേക്കൊക്കെ എത്തി, ഞാൻ പോകണം, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നന്ദൻ യാത്ര പറഞ്ഞു പോകും. ആര്യൻ ഒരു വഴിക്കും പോകുന്നുണ്ട്. ഇവർക്ക് ഇത് എന്നോട് പറഞ്ഞു മിത്രയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിലേക്ക് ആയി കുതിര കയറലെന്നും പറഞ്ഞ് ആര്യനും പണങ്ങി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്താണ്. കൃഷ്ണമംഗലത്ത് രാത്രിയായി എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനുള്ള ഹെൽത്തി പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാനുള്ള പരിപാടിന് മിത്രണെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഗ്രഹം പിടിച്ച് നിൽക്കണം. എനിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. ഇതിനെ പോലെ ഒരു ദേഷ്യക്കാരൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട എന്തായിരിക്കും ഭാവി എന്നും അറിയില്ല. ഇനി ഈ വീട്ടിൽ എനിക്ക് പോകാതെയും വയ്യ, ഇനി ഈ വീട്ടിൽ എൻ്റെ അവസാനത്തെ രാത്രിയിൽ ഇന്ന് ഇനി ഒരിക്കലും എനിക്ക് ഇതേപോലെ ഒരു രാത്രി കിട്ടില്ലല്ലോ, എനിക്ക് ഇനി ഇവരെ കൂടെ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മിത്ര അങ്ങനെ പൊട്ടിക്കരയിന്. ആ സമയത്ത് തന്നെ അമ്മ വരുന്നുണ്ട്, മോളെ വായോ അവിടെ ഹൽത്തി ഡാൻസ് തുടങ്ങാറായി. അപ്പോൾ ഞാനില്ല അമ്മ ഡാൻസിനൊക്കെ. അപ്പോൾ നീ വേണ്ട, ഞങ്ങൾ കളിച്ചുകൊണ്ട് ഞങ്ങൾ കളിക്കുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ, നീ അത് കാണണം എന്ന് പറയും. അല്ല നിന്റെ കയ്യിൽ എന്താ വേണമെന്ന് വന്നീ കൃഷ്ണ വിഗ്രഹം, നിനക്ക് ഇതൊന്നും വിശ്വാസമുള്ളതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കിത് അച്ഛമ്മ തന്നതാണ്, ഇപ്പം എനിക്കിത് വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ശരി മോള് താഴ്ത്തിക്ക് വന്നാൽ അമ്മ പൊക്കോ ഞാൻ വരാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഗോമതിനെ ബാലൻ ഫോൺ ചെയ്യുന്നു, എന്താ ഇപ്പോൾ നേരത്തെ സംസാരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല, നീ ഇവിടെ അപ്പുറത്തെ കല്യാണത്തിൻ്റെ മേളങ്ങളൊക്കെ നടക്കാൻ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര സൗണ്ട് എന്ന് പറയും. അതവർ മനഃപൂർവ്വം ചെയ്യാനുള്ള കാര്യവും ഗോമതിക്ക് അറിയാം. അതിനുശേഷം പറയുന്നുണ്ട് ആര്യനോ എന്ന് വെച്ചപ്പോൾ ആര്യൻ അടുത്ത റൂമിലല്ലേ, ആര്യനോട് പറയണം നല്ലോണം പഠിച്ച് ജോലി മേടിച്ചും കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലും ഇതേപോലെ ഒരു കല്യാണം വേണം, അടിച്ചു പൊളിച്ച് ആര്യൻ്റെ കല്യാണം നമുക്ക് ഇങ്ങനെ തന്നെ പാട്ടൊക്കെ വെച്ച് ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ മാത്രമല്ലല്ലോ ബാലേട്ട അനുശ്രീയും ആനന്ദൊക്കെ ഇല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരുടെ കല്യാണം അതേപോലെ നടത്തണം എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആണ് ആര്യനോട് പറയണം, പഠിച്ച് ഒരു ജോലി മേടിക്കണം, നീ ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആര്യന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ എന്തിട്ടാ പറഞ്ഞതെന്ന് ചോദിക്കും. ആര്യനെ പറ്റീന് മോളെ പറഞ്ഞത്, ആര്യൻ പഠിച്ച് നല്ല ജോലി മേടിച്ചിട്ട് കല്യാണം കഴിക്കാവുന്നൊക്കെയാണ് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയല്ലേ, അച്ഛനെ ഏറ്റവും കൂടുതൽ അച്ഛൻ അടിക്കുന്നത് ആര്യനാണെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും അച്ഛൻ ആര്യനെ തന്നെയെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയെന്നൊക്കെ പറഞ്ഞ്
അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് ഹൽദി പാട്ടൊക്കെ പാടുന്നുണ്ട്. ചെറിയമ്മ വരെയും ഡാൻസ് കളിക്കുന്നു. അച്ഛനും ചെറിയച്ഛനും അലോകും എല്ലാവരും ഡാൻസ് കളിക്കുന്നൊക്കെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. മിത്ര അതൊക്കെ കണ്ടു നിൽക്കുള്ളൂ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് മിത്ര റൂമിൽ ചെല്ലുമ്പോൾ ഫോൺ വരുന്നുണ്ട്. മിഥുൻ്റെ മിഥുൻ, നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? ഞാൻ കുറേ നേരമായി ഇവിടെ വിളിക്കുന്നത്. ഞാനിവിടെ നിൻ്റെ വീടിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കില്ല, അവരെല്ലാവരും ഉണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് ബായോ എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പുറത്ത് നിന്നുണ്ടാവും, ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം പെട്ടെന്ന് ആനന്ദ് നമ്മുടെ ഇവനെ കാണുന്നുണ്ട്, മിഥുനെ കാണുന്നുണ്ട്. ആരാ എന്താ അവിടെ നിന്ന് വെച്ചാൽ കല്യാണ വീട്ടിലേക്ക് വന്ന ഗസ്റ്റാണ്, അതിനെന്ത് ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക. എന്താ ഇവിടെ നിൽക്കാൻ പാടില്ലേ എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ട് മിഥുൻ പോകുമ്പോൾ ആനന്ദ് പറയും, ഇയാൾ എന്ത് മനുഷ്യൻ, ചോദിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് മിത്രയുടെ റൂമിൻ്റെ വാതിലിങ്ങനെ തുറക്കണതും സോറി ആദ്യം ഗേറ്റ് ചാടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ഗോമതിക്ക് എന്തോ ഒരു മനസ്സിന് അസ്വസ്ഥത തോന്നി അലറി വിളിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. മീനാക്ഷി ലൈറ്റ് ഇട്ടൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്, എന്താ അമ്മ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അറിയില്ല മോളെ, കൃഷ്ണമംഗലത്ത് എന്തോ ആപത്ത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അത് അമ്മരെ തോന്നലുണ്ടെന്ന് പറഞ്ഞ്. അല്ല മോളെ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിക്കാൻ, അവിടെ ഇപ്പം കല്യാണത്തിൻ്റെ മേളെല്ലാം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മനൊരു കണക്കിന് സമാധാനിപ്പിച്ച് കെടുത്തുന്നുണ്ട് മീനാക്ഷി. ഇതേ സമയം തന്നെ ഗോമതി കണ്ടത് സത്യമായിരുന്നു. നമ്മുടെ മിഥുന് ഗേറ്റ് ചാടി വന്നത്. പിന്നീട് മിത്രയുടെ റൂമിൽ കയറി മിത്രയെന്ന് വിളിച്ച് നിൽക്കുന്നുണ്ടാവും. മിത്ര മുറിയിൽ ഒരു സൈഡിലുണ്ടാവും. മിഥുൻ, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചപ്പോൾ ഞാൻ പൈപ്പ് വഴി കയറി വന്നു, നീ ഇറങ്ങി വരുന്നൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മിഥുൻ, എനിക്ക് പേടിയായിട്ട് പാടില്ല, ഒന്നും കൂടെ ആലോചിച്ചിട്ട് എന്തായാലും ഇപ്പം ഞാനിവിടെ വന്നതല്ലേ, എന്നാൽ ഞാൻ എല്ലാവരും വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയും. ആ സമയത്ത് തന്നെ ചെറിയമ്മ പെട്ടെന്ന് വരുന്നുണ്ട്. മിത്രേനെ വിളിച്ച് വരുന്നത് കൊണ്ട് മിഥുനെ വേഗം അവിടെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നാൽ മോളെ നാളേക്ക് അണിയാനുള്ള സ്വർണ്ണങ്ങൾ ഇനി ബ്യൂട്ടീഷ്യൻ വരുമ്പോൾ മോൾ താഴത്തേക്ക് ഇറങ്ങി വരാൻ നിൽക്കണ്ട, പിന്നെ അവർക്ക് ബ്യൂട്ടീഷ്യൻകാർക്ക് കൊടുക്കാനുള്ള 25,000 രൂപയുണ്ട്, ഇതും ഈ സ്വർണ്ണം കൂടി മോൾ അളമാരിയിൽ വെച്ചോ എന്ന് പറയും. ശരി ചെറിയമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ മിത്ര അത് മേടിച്ച് അളമാരിയിൽ വെച്ച് ചെറിയമ്മ പോകുമ്പോൾ മിത്ര വാതിലടയ്ക്കും. പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ മിഥുന് പെട്ടെന്നൊരു വെപ്രാളം, ഇത്രയും സ്വർണ്ണമൊന്നും എടുക്കൂല എന്ന് മിഥുന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മിഥുൻ പറയും, നീ ആകെ ടെൻഷനിലുള്ള, നീ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നേന്ന് പറയും. അങ്ങനെ മിഥുൻ മിത്രേനെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞയക്കും. ആ സമയത്ത് ആ കാശും സ്വർണ്ണമൊക്കെ വാരി ആ തുണി പെട്ടിയുടെ ഡ്രസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ തള്ളി വെക്കും, കാണാത്ത രീതിയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഭദ്രാക്കി അടിയിൽ എടുത്ത് വെച്ചതിന് ശേഷം സിപ്പൊക്കെ പൂട്ടി സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. എന്തായാലും മിഥുൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്.